ഓൺലൈൻ പെൺവാണിഭം തടയാൻ നിയമനിർമ്മാണം ആവശ്യമാണെന്ന് ഹൈക്കോടതി. ഇത്തരം സൈറ്റുകളിലേക്ക് ഇന്റർനെറ്റ് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത് തടയാൻ ഉതകുന്ന തരത്തിൽ നിയമം കൊണ്ടുവരുന്ന കാര്യം സർക്കാർ ആലോചിക്കണം. സിറ്റി പോലീസ് കമ്മീഷണർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ സ്വീകരിച്ചു. മനോരമ ന്യൂസ് ടിവി ചാനലിലെ ടോപ്പ് റിപ്പോർട്ടർ പരിപാടിയിൽ സംപ്രേഷണം ചെയ്ത വാർത്തയുടെ അടിസ്ഥാനത്തിൽ കോടതി സ്വമേധയാ എടുത്ത കേസാണ് പരിഗണിച്ചത്. കോടതിയുടെ നിർദ്ദേശപ്രകാരം കമ്മീഷണർ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിച്ചു. ഓൺലൈൻ പെൺവാണിഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈറ്റുകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചതായും ഈ സൈറ്റുകൾ വിദേശ രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിനാൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് തടസ്സമുണ്ടെന്നും കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നു. വാർത്തയുടെ അടിസ്ഥാനത്തിൽ മസാജ് സെന്ററുകളിലും പെൺവാണിഭ കേന്ദ്രങ്ങളെന്ന് സംശയിക്കുന്ന സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തി. മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തുവന്നതിനെ തുടർന്ന് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെല്ലാം മുങ്ങിയിരിക്കുകയാണ്. കൊച്ചിയിലെ പ്രധാന ഇടനിലക്കാരൻ ഉദയചന്ദ്രനെ അറസ്റ്റ് ചെയ്തു. പാലാരിവട്ടത്ത് നിന്ന് 2 കോൾ ഗേൾസിനെയും ഇടനിലക്കാരനെയും അറസ്റ്റ് ചെയ്തു. മുമ്പ് വാടക വീടുകളും അപ്പാർട്ട്മെന്റുകളും കേന്ദ്രീകരിച്ച് നടന്നിരുന്ന പെൺവാണിഭം ഇന്ന് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ 5 സ്റ്റാർ ഹോട്ടലുകളിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടെത്തുക അസാധ്യമാണ്. അമേരിക്കയിലും കാനഡയിലുമായി 2 ലക്ഷത്തിലധികം സൈറ്റുകളാണ് പെൺവാണിഭത്തിനായി നിയമവിധേയമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മനോരമ ന്യൂസ് സംപ്രേഷണം ചെയ്ത വാർത്തയിൽ കാണിക്കുന്ന പെൺകുട്ടികളെല്ലാം പ്രായപൂർത്തിയായവരാണ്. ആഡംബര ജീവിതം നയിക്കുന്നതിനാണ് പെൺകുട്ടികൾ ഈ വഴി തിരഞ്ഞെടുക്കുന്നത്. സാമൂഹ്യ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ഇത് നിയന്ത്രിക്കാൻ കഴിയൂ എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. പെൺവാണിഭത്തിന് ഉപയോഗിക്കുന്ന സൈറ്റുകളുടെ വിശദാംശങ്ങളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. മനോരമ ന്യൂസ്, കൊച്ചി.